അൽ-ഖ്വയ്ദ തീവ്രവാദ സംഘടനാ നേതാവായിരുന്ന ഒസാമ ബിൻ ലാദന്റെ മകൻ ഹംസ ജീവിച്ചിരിപ്പുണ്ടെന്നും വൻ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതായും ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ബ്രിട്ടീഷ് മാധ്യമമായ ദ മിറർ ആണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദയുടെ സ്ഥാപകനും യുഎസിലെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ ഒസാമ ബിൻ ലാദന്റെ മകൻ ഹംസ ബിൻ ലാദൻ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്നും അൽ-ഖ്വയ്ദയെ നയിക്കുകയാണെന്നുമാണ് ദി മിറർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2019 യുഎസ് നടത്തിയ വ്യോമാക്രമണത്തിൽ ഹംസ കൊല്ലപ്പെട്ടുവെന്നാണ് ഇത്രയും കാലം കരുതിയിരുന്നത്. അൽ-ഖ്വയ്ദയെ പുനരുജ്ജീവിപ്പിച്ച് സജീവമാക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഹംസ ബിൻ ലാദൻ വലിയ ഭീകരാക്രമണങ്ങൾക്കാണ് പദ്ധതിയിടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളെയാണ് ഹംസ ലക്ഷ്യമിടുന്നത്. ഹംസയുടെ നീക്കങ്ങളെക്കുറിച്ച് മുതിർന്ന താലിബാൻ നേതാക്കൾക്കും അറിയാം. ഇവർ ഹംസയുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. താലിബാൻ നേതാക്കളാണ് ഹംസയ്ക്കും കുടുംബത്തിനും ആവശ്യമായ സംരക്ഷണവും പിന്തുണയും നൽകുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു. താലിബാൻ നേതാക്കൾ കൃത്യമായ ഇടവേളകളിൽ ഹംസയുമായി കൂടിക്കാഴ്ച നടത്താറുണ്ട്. അവരാണ് ഹംസയ്ക്കും കുടുംബത്തിനും സുരക്ഷയും പിന്തുണയും നൽകുന്നത്. അൽ-ഖ്വയ്ദയും താലിബാനും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമാണ് ഉള്ളത്. ഇറാഖ് യുദ്ധത്തിന് ശേഷം അൽ-ഖ്വയ്ദയുടെ ശക്തമായ തിരിച്ചുവരവാണ് നടക്കുന്നതെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതായും ദി മിറർ വെളിപ്പെടുത്തുന്നു. അഫ്ഗാൻ നഗരമായ ജലാലാബാദ് കേന്ദ്രീകരിച്ചാണ് 34-കാരനായ ഹംസയുടെ പ്രവർത്തനം. ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന നഗരമാണ് കിഴക്കൻ കാബൂളിൽ നിന്ന് 100 മൈലോളം അകലെയുള്ള ജലാലാബാദ്. ഹംസയുടെ സഹോദരൻ അബ്ദുള്ള ബിൻ ലാദനും ഭീകരപ്രവർത്തനങ്ങളിൽ സജീവമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. യുഎസ് ചാരസംഘടനയായ CIA കണ്ണുവെട്ടിക്കാനായി ഹംസയും 4 ഭാര്യമാരും ഇറാനിലാണ് വർഷങ്ങളോളം അഭയം തേടിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2019 ട്രംപാണ് ഹംസയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് ഉത്തരവിട്ടത്. തെക്ക് കിഴക്കൻ അഫ്ഗാനിലെ ഗസ്നി പ്രവിശ്യയിലാണ് അമേരിക്കൻ സേനയുടെ വ്യോമാക്രമണം. എന്നാൽ ഹംസ കൊല്ലപ്പെട്ടുവെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ DNA തെളിവ് ഉൾപ്പെടെ ഹാജരാക്കാൻ CIAക്ക് അന്ന് കഴിഞ്ഞിരുന്നില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്യാന ന്യൂസ്.